ഹായ്, നിങ്ങൾ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. ഹൗസ് ബിൽഡിംഗ്, FSA, ഒപ്പയർ, സ്റ്റുഡന്റ് വിസ, അല്ലെങ്കിൽ ജോബ് സീക്കർ വിസ, ഓപ്പർച്യൂണിറ്റി കാർഡ്, അല്ലെങ്കിൽ ജോബ് വിസ, അങ്ങനെ ഏതെങ്കിലും ഒരു വിസ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണും. കാരണം പല ആളുകളും കരുതുന്നത് എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാണെങ്കിൽ വിസ കിട്ടും എന്നുള്ളതാണ്. പക്ഷെ സത്യം എന്താണെന്ന് അറിയാം. ഒരു ആപ്ലിക്കേഷൻ ഫോമിലുള്ള ചെറിയ മിസ്റ്റേക്ക് പോലും എംബസിക്ക് വലിയൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് തോന്നാം. പാസ്പോർട്ടിലെ സ്പെല്ലിങ്ങിലുള്ള ഒരു മിസ്റ്റേക്ക്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിലുള്ള സ്പെല്ലിങ്ങിലെ മറ്റൊരു മിസ്റ്റേക്ക്, ട്രാവൽ ഹിസ്റ്ററി തെറ്റായിട്ട് ഫില്ല് ചെയ്യുന്നത്, പ്രീവിയസ് വിസ ഡീറ്റെയിൽസ് നിങ്ങൾ മറന്നു പോകുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ജർമ്മനി ഡ്രീം ഡിലേ ആക്കാനും ചിലപ്പോൾ വിസ റിജക്ട് ആകാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജർമ്മനി വിസ ആപ്ലിക്കേഷൻ ഫോമിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മിസ്റ്റേക്കും അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതുമാണ്. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഇതില് എംബസിയുടെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് തോന്നും ചെറിയ ഒരു മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ ചെറിയൊരു കാര്യമാണെന്ന് തോന്നുന്നത് പോലും എംബസിയുടെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതൊരു വലിയ റെഡ് ഫ്ലാഗ് ആയിട്ട് എംബസിക്ക് തോന്നാം. ഓക്കെ, ഇതില് ആപ്ലിക്കേഷൻ ഫോമിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത്, നിങ്ങളുടെ ഫയൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരാണ്, എന്തിനാണ് ജർമ്മനിക്ക് പോകുന്നത്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എംബസിക്ക് അറിയേണ്ടത്. സോ നമ്മൾ ആരാണെന്നുള്ള നമ്മളുടെ ഐഡന്റിറ്റി, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഫോമിൽ നമ്മൾ കൃത്യമായിട്ട് പറയണം. അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ജർമ്മനിക്ക് പോകുന്നത് എന്നുള്ള പർപ്പസ് കൃത്യമായിട്ട് വ്യക്തമാക്കണം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ വർക്കിന്റെ ഡീറ്റെയിൽസ്, ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ്, ഇതെല്ലാം വളരെ കൃത്യതയായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഇതില് ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് നെയിം സ്പെല്ലിംഗ് എറേഴ്സ് ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഇതാണ് ജർമ്മനിയുടെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഇതില് ഫസ്റ്റ് നെയിം, ഫാമിലി നെയിം, ഇപ്പം ഇതിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എന്റെ പേര് ജോൺസ് മാത്യു എന്നാണ് വരുന്നത്. ഫാമിലി നെയിം ഇങ്ങനെയാണ് വരുന്നത്. ആസ് പെർ പാസ്പോർട്ട് നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ടിലുള്ളത് ജോൺസ് മാത്യു എന്നുള്ളതാണ്. അപ്പം അതേ സമയത്ത് ഞാൻ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യുമ്പോൾ ജോൺ മാത്യൂന്നോ അല്ലെങ്കിൽ ജെ മാത്യൂന്നോ ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ റോങ് ആയിട്ടാണ് വരുന്നത്. കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ഫോമിൽ ഫുള്ള് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് വരുന്നത്. വിഡെക്സ് ഫോമിൽ നമ്മൾ കൃത്യമായിട്ട് ഇത് ഇതാക്കുക. ഇതിലിപ്പോ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസം പോലും കൺഫ്യൂഷൻ ഉണ്ടാകാം. നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പാസ്പോർട്ടിൽ എന്താണോ ഉള്ളത് സെയിം തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഡേറ്റ് ഫോർമാറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ടിന്റെ ഇഷ്യൂ ഡേറ്റ്, പാസ്പോർട്ടിന്റെ എക്സ്പയറി ഡേറ്റ്, ഇതെല്ലാം ഡബിൾ ചെക്ക് ചെയ്യുക. കാരണം മേജർ ആയിട്ടുള്ള എംബസി നോക്കുന്ന ഒരു ഓപ്ഷൻ ആണ് ഈ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സിൽ വരുന്നതിൽ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്നുള്ളത്. പാസ്പോർട്ട് ഡീറ്റെയിൽസിന്റെ സ്ഥാനത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, വാലിഡിറ്റി, എക്സ്പയറി ഡേറ്റ്, ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ ഫോർമാറ്റ്, ഡേ, മന്ത്, ഇയർ, അതുപോലെ തന്നെ അതിന്റെ അകത്ത് കൊടുക്കേണ്ട ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാല് 13/6/2026 ഡോട്ടാണ് കൊടുക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡേ, മന്ത്, ഇയർ എന്നുള്ള ഡോട്ടാണ്. സ്ലാഷോ അല്ലെങ്കിൽ വേറൊരു ഡീറ്റെയിലോ ഒന്നും കൊടുക്കാൻ പാടില്ല. കൃത്യമായിട്ട് എംബസി പറയുന്ന സെയിം ഗൈഡ് ലൈൻസ് നമ്മൾ പാലിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത മിസ്റ്റേക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് ഇൻകംപ്ലീറ്റ് അഡ്രസ് ഇൻഫർമേഷൻ ആണ്. നമ്മൾ ഹൗസ് നമ്പർ, ഫ്ലാറ്റ് നമ്പർ ഇല്ലാതെ കൊടുക്കുക, പിൻകോഡ് മിസ്സിങ്, സ്ട്രീറ്റിന്റെ നെയിം ഇൻകംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക, ജർമ്മൻ അഡ്രസ്സുകൾ വളരെ തെറ്റായിട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ പെർമനന്റ് അഡ്രസ് ചെയ്താൽ കറന്റ് അഡ്രസ് ചെയ്താന്നുള്ള കൺഫ്യൂഷൻ കൊടുക്കുന്നത്. ഇതില് നമ്മൾ റൈറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോമില് നമ്മളുടെ കോണ്ടാക്ട് ഡേറ്റ ഡീറ്റെയിൽസിൽ സ്ട്രീറ്റ് വേണം, ഹൗസ് നമ്പർ വേണം, അതർ അഡ്രസ് ഉണ്ടാവും, പോസ്റ്റൽ കോഡ്, ടൗൺ, സിറ്റി, കൺട്രി, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നമ്മൾ ഫില്ല് ചെയ്യുക. നാലാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് ട്രാവൽ ഹിസ്റ്ററി മിസ്റ്റേക്കുകളാണ്. അതായത് ഇതിനു മുൻപ് ഇത് എഴുതേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. നിങ്ങൾ പ്രീവിയസ്
ഏതെങ്കിലും കൺട്രികൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുക. കൃത്യമായിട്ട് അതിന്റെ സീലും സിഗ്നേച്ചറും ഒക്കെ നമ്മുടെ പാസ്പോർട്ടിലുണ്ട്. സോ അതുകൊണ്ട് പഴയ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പഴയ പാസ്പോർട്ടും കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്നത് നല്ലതാണ്. എംബസിക്ക് നിങ്ങളുടെ ട്രാവലിംഗ് ഹിസ്റ്ററി പലപ്പോഴും ഓൾറെഡി അറിയാം. നിങ്ങൾ മെൻഷൻ ചെയ്യാത്തത് ചിലപ്പോൾ ക്രെഡിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ടാവും. എന്തിനാണ് നമ്മൾ ആ ഡീറ്റെയിൽസ് മറക്കുന്നതെന്നുള്ള ഒരു ഡൗട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് മുൻപ് റിജക്ഷൻ കിട്ടിയത് പറയാതിരിക്കുക എന്നുള്ളത്. ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റെഫ്യൂസിൽ കിട്ടിയത് മറയ്ക്കുന്നു. UK, US അല്ലെങ്കിൽ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഏതൊരു കൺട്രി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിന് മുൻപ് നമ്മൾ പ്രീവിയസ് അപ്ലൈ ചെയ്തിട്ട് വിസ റെഫ്യൂസിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറയ്ക്കുക എന്നുള്ളത് ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ്. റീ അപ്ലൈ ചെയ്യുമ്പോൾ നോ എന്ന് ടിക്ക് ചെയ്യുന്നത്, രണ്ടാമത് റീ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നോ അല്ല യെസ് ആണ് ടിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഹോണസ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എംബസിക്ക് കൊടുക്കുക. ഏത് കൺട്രിക്കാണ് അപ്ലൈ ചെയ്ത്, ഏത് ഇയർ ആണ് അപ്ലൈ ചെയ്ത്, എന്ത് റീസൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. എംബസിയുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ റെക്കോർഡ്സ് ഉണ്ട്, പ്രീവിയസ് റെക്കോർഡ്സ് ഉണ്ടാവും. നമ്മളിത് ഹൈഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കേസിലും നമുക്ക് വിസ കിട്ടുന്നതാണ്. അങ്ങനെ ധാരാളം പേർക്ക് വിസ കിട്ടിയിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അടുത്ത മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പർപ്പസ്, നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്നുള്ളത് ഫോമിൽ സ്റ്റഡി, മോട്ടിവേഷൻ ലെറ്ററിൽ, ജോബ് ഫോക്കസ്, ഇന്റർവ്യൂവിൽ, സെറ്റിൽമെന്റ് പ്ലാൻ, അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആകെ അവർക്ക് കൺഫ്യൂഷൻ ആവും. സോ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോമിൽ, മോട്ടിവേഷൻ ലെറ്ററിൽ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിൽ നിങ്ങൾ വിസ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്താണ് പോകുന്നത് എന്നുള്ള ഒരു പർപ്പസ് അത് മിസ്മാച്ച് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഈ ഒരു മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എംബസിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രൂഫ് ചോദിക്കും. അപ്പൊ അല്ലെങ്കിൽ ചിലപ്പോൾ ഇമെയിൽ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചെല്ലാനായിരിക്കും പറയുന്നത്, ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനായിരിക്കും പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മളത് കൃത്യമായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിംഗിൽ ഡിലേ ആവാം. അതുപോലെ തന്നെ എക്സ്ട്രാ വെരിഫിക്കേഷന് പോവാം. അതുപോലെ തന്നെ എംബസിയുടെ സൈഡിൽ നിന്ന് കോളോ കാര്യങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്യൂച്ചർ ആപ്ലിക്കേഷനെ അത് ബാധിക്കും. ഈ എല്ലാ കേസുകളും നമ്മളുടെ വിസ റിജക്ഷനുള്ള വലിയൊരു കാരണമാവാം. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. സബ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി നിങ്ങൾ റിവ്യൂ ചെയ്യുക. അതൊരു ചെക്ക് ലിസ്റ്റ് പോലെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ നെയിം, പേര്, അതുപോലെ തന്നെ സ്പെല്ലിങ് പാസ്പോർട്ടിലെ പോലെ എക്സാക്ട് മാച്ച് ആണെന്നുള്ളത്. അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിജിറ്റ്സ് മാറിപ്പോതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ പാസ്പോർട്ട് ഇഷ്യൂഡ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്തിരിക്കണം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സാണ്. കറക്റ്റ് അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ്, ജർമ്മനിയുടെ അഡ്രസ്സ്, ഇതെല്ലാം വളരെ പ്രോപ്പർ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുക, ഡബിൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ട്രാവൽ ഹിസ്റ്ററി, ഇതിനു മുൻപ് ഏതെങ്കിലും കൺട്രികളിൽ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഷെങ്കൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, മറ്റ് GCC കൺട്രി ആയിക്കോട്ടെ, അതല്ല ഇംഗ്ലീഷ് കൺട്രികളായിക്കോട്ടെ, ഏതെങ്കിലും കൺട്രിയിൽ നിങ്ങൾ പ്രീവിയസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാവൽ ഹിസ്റ്ററി കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ്ലി നിങ്ങൾക്ക് റെഫ്യൂസൽസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിക്ലറേഷനിൽ നമ്മുടെ കവറിംഗ് ലെറ്ററിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും ഇതാണെന്നുള്ളത്. അടുത്ത കാര്യം എന്നുള്ളത് നമ്മളുടെ പർപ്പസ് ഓഫ് വിസിറ്റ്, എന്തിനാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതെന്നുള്ള പർപ്പസ് വളരെ കൃത്യമായിട്ട് പറയാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോമുമായി ബന്ധപ്പെട്ട വിസ റിജക്ഷൻസ് നമ്മൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഒരു ചെറിയൊരു അശ്രദ്ധ മതി നിങ്ങളുടെ ഒരു വലിയൊരു ഭാവി മാറാനായിട്ട്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിലുള്ള മിസ്റ്റേക്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാത്രി 7 മണിക്ക് വെബിനാർ നടത്തുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജർമ്മനി വിസ ഡോക്യുമെന്റേഷൻ, അതുപോലെ CSV പോർട്ടൽ, എങ്ങനെ വിസ റിജക്ഷൻസ് നമുക്ക് ഒഴിവാക്കാം, ആപ്ലിക്കേഷൻ പ്രോസസ്സിലെ മിസ്റ്റേക്സുകൾ, ഈ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള വെബിനാർ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും
വൈകുന്നേരം 7 മണിക്ക് ഞാൻ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ജർമ്മനി ഡ്രീം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് പോയിന്റ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത്, ഇതുപോലുള്ള കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യാനും കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് മെച്ചപ്പെടുത്താനായിട്ട് അത് സഹായിക്കും. സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.